ഹലോ ഗൈസ്, ഞാനേ കുറേ ദിവസം കൊണ്ട് നിങ്ങളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഷെഫീന ബീവിയുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, അതെന്താ പബ്ലിഷ് ചെയ്യാത്ത, ഒളിച്ചു വെച്ചിരിക്കുന്നു, അത് ചുമ്മാ പറയുന്നുണ്ട്, ഖള്ളിയാണ് എന്നൊക്കെ പറയുന്ന കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലാണേ. ഫേസ്ബുക്കുകാരൊന്നും നമുക്ക് തിരുത്താൻ നന്നാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അവരുടെയൊക്കെ ഒരു ഡൗട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങോട്ട് തള്ളി മറിച്ചതാ എന്നുള്ളതാണ്. രേഷ്മ പി തങ്കച്ചൻ്റെ യാത്രകൾ എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് തിങ്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവിടുന്നുള്ള കുറേ ഇൻഫർമേഷൻസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റിലയബിൾ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അവിടുന്ന് കിട്ടണം. അങ്ങനെയും കുറേ സോഴ്സിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊന്നും പ്രസൻറ്റ് ചെയ്യാനൊക്കത്തില്ല, ആർക്കും കൊടുക്കാനൊക്കത്തില്ല. നമുക്കിത് പോലീസിന് കൈമാറാനേ പറ്റൂ. അപ്പോൾ എനിക്ക് ഉറപ്പായ ഒരു കാര്യമാണ്, ഇതിങ്ങനെ എന്തോ അതിനകത്ത് നടക്കുന്നുണ്ട്. 13 ദിവസത്തെ ട്രിപ്പ്, 13 ദിവസത്തിൽ അവിടെ നിൽക്കുന്ന കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മാച്ചപ്പ് ചെയ്യുമ്പോൾ സംവെയർ വെരി പിച്ചി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൻ്റെ ബിഹൈൻഡ് പോയത്. ആൻഡ് ഐ ആം സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു ഇൻഫർമേഷൻ അവിടെ വെക്കുന്നുണ്ട്. ആക്ച്വലി വോയിസ് മോഡുലേഷൻ ഇട്ടാണ് ഞാനിത് പ്ലേ ചെയ്യുന്നത്. അത് എനിക്ക് ഇൻഫർമേഷൻ തന്ന പെൺകുട്ടിയുടെ ലൈഫ് റിസ്കിലാക്കാൻ ഞാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ്. പോലീസുകാർക്ക് എന്നെ സമീപിക്കാം വിത്ത് ക്ലിയർ ID. ഞാനത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അനുഭവസ്ഥയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയുന്നത്. അവർ പറഞ്ഞത് അവരുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് അവർ തന്ന മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതാണ്. 100% എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു കരിയർ ആയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ നടക്കുന്നത്. അല്ലാതെ നമ്മളൊക്കെ ഇപ്പം ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എത്രയോ പേരുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഇവരെന്തിനാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇങ്ങനെ റീച്ചിലേക്ക് പിടിക്കുന്നത്? ഇതൊക്കെ നമുക്ക് സംശയം തോന്നിയ കാര്യമാണ്. ആ സംശയത്തിന്റെ പിറകെ പോകുമ്പോൾ കിട്ടിയ ക്ലിയർ എവിഡൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവരുടെ കൂടെയുള്ള കരിഷ്മ എന്ന് പറയുന്ന ആ ലേഡിയെ ചുറ്റിപ്പറ്റി, അവരുടെ ഹസ്ബൻഡിനെ ചുറ്റിപ്പറ്റി ഇവിടെയുള്ള കുറേ പേര് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് അവരുടെ പെർമിഷൻ ഉണ്ട് കേട്ടോ. അവരുടെ വോയിസ് തന്നെ പ്ലേ ചെയ്തോളാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എൻ്റെതായ ഒരു എനിക്ക് തന്നെ ബോധ്യപ്പെടാത്ത ചില കല്ലുകടികൾ അതിനകത്തുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഞാനത് കൃത്യമായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചുമ്മാതെയൊന്നും കരിഷ്മയെ പറ്റി പറഞ്ഞതല്ല. കരിഷ്മ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. അവരെന്തിനാണ് ഇവരുമായിട്ടൊരു ലിങ്ക് വെച്ചിരിക്കുന്നത്, ഇവരുടെ മാനേജറായിട്ട് ഇരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കല്ലുകടിയുള്ള സാധനങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർക്ക് വേണ്ടിയിട്ട് ജാസി വരുന്നു, ആഷി വരുന്നു, അവരൊക്കെ വരുന്നു. മൊത്തത്തിൽ ഒരു ദുബായ് ലിങ്ക്, അതിന് തുടർന്ന് ഇവൾ ദുബായിലേക്ക് പോകുന്നു. ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇങ്ങനെ വിക്ടിമായ ഒരുപാട് പേരുണ്ട്. ഈ ബ്ലസ്ലി എന്ന് പറഞ്ഞൊരു കുട്ടി, അത് വിക്ടിമാണ് സത്യത്തിൽ. പക്ഷെ എത്ര പേർക്കറിയാം വിക്ടിമാണെന്ന്? അവനാണത് ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. ആക്ച്വലി അതുപോലൊരു വിക്ടിമാണ് ബാലഭാസ്കർ. ഇനി ഈ രേഷ്മയും ഭാവിയിലൊരു വിക്ടിമായിട്ട് തന്നെ വരും. നമുക്ക് ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. മേ ബി അവർക്ക് എന്നോട് ശത്രുതയൊക്കെ ഉണ്ടാവട്ടെ. പക്ഷെ റിയാലിറ്റി എൻഡുകൾ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഈ വോയിസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇവരുടെ അവിടുത്തെ ലിങ്കുകൾ, ഇവരവിടെ പോയി എന്തിനായിരുന്നു, ഇവരവിടുത്തെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ആൾക്കാരുമായിട്ട് ഇവർക്ക് സഹകരണമുണ്ടോ, ഇവരെ കൊണ്ടുപോയ ടീമിൻ്റെ എന്താണ് ഉദ്ദേശം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കുട്ടി പറയുന്നുണ്ടേ. അത് നിങ്ങൾ തന്നെ കേൾക്കുക, വിലയിരുത്തുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഈ വോയിസ് ഞാൻ മോഡുലേറ്റ് ചെയ്തത് കൊണ്ട് അവരുടെ ശരിക്കുള്ള വോയിസ് അല്ല. അത് ഞാൻ പബ്ലിഷ് ചെയ്യാത്തതിൻ്റെ റീസൺ അവരുടെ സേഫ്റ്റിയെ ഓർത്തിട്ടാണ്. പോലീസ് അധികാരികൾ ആരെങ്കിലും എന്നോട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ തരാൻ തയ്യാറാണ്. അല്ലാതെ ഞാനിത് വേറെ ആർക്കും ഷെയർ ചെയ്യത്തില്ല. ഐ എം സോറി. അപ്പോൾ നമുക്കിത് കേൾക്കാമേ. എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അന്ന് ഈ കുട്ടിയെ അവിടെ ഉണ്ടായിരുന്നു, രേണുസുതി. ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുമ്പോൾ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഷെബീന ഇതൊന്നും പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണല്ലേ പെണ്ണുങ്ങൾ മാസത്തിൽ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഈ പാപ്പിലോണിൻ്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പോൾ ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കെയ്മയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു
ഇപ്പോൾ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു പിന്നെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലർ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണുസുതിയെ വരഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലൂണിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. ഇപ്പോൾ ഷെഫീന പറഞ്ഞൊരു കാര്യമില്ലേ, ഈ ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എണ്ണത്തിന് ഞാൻ പറഞ്ഞു വരാം, ഇതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് കൊച്ചു പെമ്പിള്ളേരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെതും ഉണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ വേറൊന്നും പറയണ്ട കേട്ടാ, സംഭവം ഇതിങ്ങനെ ഇങ്ങനത്തെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇവക്കും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇപ്പം എന്നെ പാവം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവളൊന്ന് ഓവറായിപ്പോയി. അതാണ് കൂടുതലും വെറുത്തോണത്. പക്ഷേ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് ഓവറായി പോകണം. അത് ഷെബീന പറഞ്ഞത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കാം പല ഭാഗങ്ങളും ഇല്ലേ. ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ ആക്റ്റീവൊന്നും അല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങൾക്ക് കുറേ കലാകാരന്മാരെല്ലാം ഉള്ളത് കൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവളൊക്കെ ഈ ആഴ്ചയിൽ എങ്ങനെയാണ് മാറ്റിപ്പോണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഇതിൻ്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷേ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ദുബായ് രാജ്യത്തെ ഇവിടെ ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ 2 പെമ്പിളാരെയും വെച്ചിട്ട് ഒരു തീരുപ്പം. അതിൻ്റെ 1 നമ്പർ ഈ ബിസിനസ് നടത്തുന്നതിൻ്റെ ഒരു മെയിൻ ഒരാളാണ് അവൾ. ഇവളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. പക്ഷേ ഇവളുടെ ഈ ബിസിനസ് ഇവളെ ഇങ്ങനത്തെ ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൂട്ടുകെട്ട് ഞാൻ കട്ട് ചെയ്തു. ഇവക്കിതാണ് ബിസിനസ്. അവളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് അവളുടെ അടുത്തിരുന്ന് രഹസ്യം പറയുന്നതും എല്ലാം കാണാം. അങ്ങനത്തെ വൃത്തിയിട്ടവളുമാരാണ്. ഇവളുമാർക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഒരുപാട് പണമുള്ള ആണുങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനും കൂട്ടു നിൽക്കാനും ഒക്കെ. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മളതുകൊണ്ടൊക്കെയാണ് ഈ കൂടുതലും ഒന്നും പറയാതെ നമ്മളെ കാര്യം നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത്. ഇവർക്ക് ഈ ഒരുപാട് വലിയ വലിയ ഗ്യാങ്ങുകളാണ് ഇവരുടെ കസ്റ്റഡി. സത്യത്തിൽ ഞാൻ ഷെബീനയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ് ഇപ്പം ഷെബീന പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ കാര്യങ്ങളാണ്. ഈ പോവുകയും വരികയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അത് സീരിയസ് ആയ കാര്യമാണ്. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ എവളെന്നല്ല, ഇനി ഈ മാസത്തിനും ആഴ്ചയിലും ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ പറയുന്ന സൈഡിൽ കൂടെ ഈ സ്വർണ്ണത്തിൻ്റെ സംഭവം ഇവരെന്നല്ല ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ നാട്ടിൽ നിന്ന് 6 മാസത്തോളം പോവുകയും വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവർ മാസം തോറും ലീവിന് നാട്ടിൽ പോകുന്നതിനാണ് ഇവർ അന്വേഷിക്കേണ്ടിയുള്ളത്. ഇവരൊക്കെ വരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് എന്താണ്, അത് അന്വേഷിക്കേണ്ടിയുള്ളതാണ്. കറക്റ്റായ കാര്യമാണ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഒരു വീക്കണറ്റ് എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. അതിനകത്ത് കുറേ എണ്ണം ഉണ്ട് നീതി കണക്കുള്ള വൃത്തിയുടെ സാധനങ്ങൾ. ആ ഗ്രൂപ്പിനകത്ത് ഇവരില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന ആ ഒരു ലേഡി വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. ആ ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവരെ കാരണം പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇവർ ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിഞ്ഞിട്ട് പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല ആൾക്കാർ ഇവിടെ പല ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും ഇത് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇവരുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട്, ഇവർക്ക് ഒരുപാട് പിരിപാടുള്ളതുകൊണ്ടും പണം ഉള്ളതുകൊണ്ടും ആരും പേടിച്ചിട്ടൊന്നും പറയൂല. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് എടുത്തിരിക്കുന്നത്. അങ്ങേരെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ വീഡിയോ. ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ട്, അത് വേറെ ഫോണിലാണ് കിടക്കുന്നത്. പിന്നെ അത് ആ വീഡിയോയ്ക്കകത്ത് കറക്റ്റ് ഇവൾ അവിടെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നതും പിന്നെ ഇവളവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാപ്പുലർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനൊന്നും അല്ല ഇവൾ അന്ന് പോയത്. അവിടെ വരുന്ന ആൾക്കാരെ പിന്നെ സോപ്പിടാനും അവിടെ ആൾക്കാരെ പിന്നെ ഡീൽ ചെയ്യാനും, അപ്പം ഇവൾ ഇത്തിരി പോപ്പുലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവളെ കാണാനും അതിന് വേണ്ടിയിട്ട് വരുന്നത്. എത്രയും ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, അവർക്ക് നമ്പർ കൊടുക്കുന്നു ഒക്കെ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച്, പിന്നെ ഇവളെങ്ങനെ ആളെങ്ങനെ പാവമാണെന്ന് തോന്നുന്നല്ലേ, പാവമാണ്. ഞാൻ പറഞ്ഞ് ഞാൻ ഇന്നൊരു ദിവസമല്ലേ കണ്ടോളൂ, പക്ഷെ കണ്ടിട്ട് സംസാരമൊക്കെ കേട്ടിട്ട് പാവം പോലെയാണ് തോന്നുന്നത്. പിന്നെ ഓരോരുത്തർ ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അവർക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റൂല, പിന്നെ അവരെങ്ങനെ ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അന്നത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അവൾ മുകളിലോട്ട് കുറച്ചുകൂടെ വൃത്തികേടായിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതാണ് കൂടുതലും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇവളൊക്കെ നമ്മൾ വേണമെങ്കിൽ എന്തും ചെയ്യാനായിട്ട് പഠിക്കില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നതൊക്കെ. അവർക്കൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ആണുങ്ങളും പണമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ പലരും ഉണ്ട്, ഒരുപാടുള്ള. അങ്ങനത്തെ ഇതാണ് അവർക്കൊക്കെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഒന്നും പറയാത്തത്. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്, ഇങ്ങനെ കുറേ ഈ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ ഈ പറയുന്ന പോലെ സ്വർണ്ണവും 5 പവൻ വീതം കൊണ്ടുപോകാമല്ലോ. തിരിച്ചിങ്ങാട്ട് വരുന്നവർക്ക് കൊണ്ടുപോകല്ലോ, തിരിച്ച് അത് കഴിഞ്ഞ് വിസിറ്റിന് തിരിച്ച് കോണ പമ്പിളൊക്കെ കഴിഞ്ഞ് 5 പവൻ വെച്ച് കൊടുത്തു വിടാമല്ലോ. ഇതിന് വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും കൊണ്ടുവിടുന്നത്. അവളാണെങ്കിൽ ആ ഫ്രണ്ടിയിരിക്കുന്നവൾ റൂം എടുത്തിട്ടുണ്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവർ ഇഷ്ടംപോലെ ആൾക്കാരോട് അന്ന് അവിടെ ഫോൺ ചെയ്ത് നമ്പർ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ അന്നേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ദുരൂഹതകളുണ്ടെന്നുള്ളതെന്ന് മനസ്സിലായി. ആ വീഡിയോയിൽ ഫ്രണ്ട് സീറ്റിൽ ഒരു പെണ്ണുമ്പിള്ള 2 പെൺപിള്ളറേയും വെച്ചിരിക്കുന്നത് അവർക്ക് ഇവിടുത്തെ പെൺവാണിഫ അതിലുള്ള ഒരു ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവർക്ക് ഇതാണ് ബിസിനസ്. നാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരിക, ആൾക്കാർക്ക് കൊടുക്കുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് അവരുടെ ജോലി. ആ ഫ്രണ്ട് ഇരിക്കുന്ന ലേഡിയുടെ ജോലി അതാണ്. പെണ്ണും പിള്ളേരുടെ ബിസിനസ് അതാണ്. പിന്നെ അവരെ പൊക്കിയാൽ എന്നൊക്കെ പിടിക്കാൻ പറ്റും. അവരെ പൊക്കിയ കാരണം അവരുടെ നമ്പർ അവർ ഈ പോകുന്ന മരുന്നും ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഈ UAE പോലീസായാലും നാട്ടിലുള്ള പോലീസായാലും അവരെ കറക്റ്റ് പൊക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. കാരണം ആ പെണ്ണുമ്പിള്ളേരെ വർഷങ്ങളോടെ പെണ്ണുമ്പിള്ള വെച്ച് നടത്തുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ ഒരു ഇത്. അത് അവളുടെ സുഹൃത്ത് വലയിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ കയ്യിൽ കാശുള്ളതിന് ഈ വോയിസ് എനിക്ക് കിട്ടിയിട്ട് ഞാനിത് പബ്ലിഷ് ചെയ്യാതിരുന്നതിൻ്റെ റീസൺ എനിക്ക് ആ കുട്ടിയുടെ സെക്യൂരിറ്റി ഇത് ചെയ്തിട്ടാണ്. എനിക്കതിനെ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, നിങ്ങൾ അതിൽ നിന്ന് കണ്ടെടുത്തേച്ചാൽ മതി. ഇനി അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു കാര്യം പറയാം, ഇതൊരു ഗ്യാങ്ങാണ്. ഈ മാഫിയ ഗ്യാങ്ങിനെ എതിർക്കുമ്പോൾ ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. കമന്റ്സ് ഇടുന്നവർക്ക് ഈസിയാണ്, നിങ്ങൾക്ക് കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. ഞങ്ങളുടെയൊക്കെ ലൈഫ് റിസ്കിലാണ്. കണ്ടിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചുറ്റും നിന്ന് ആക്രമിക്കുന്നത്. അവരുടെ ഒരു മാഫിയ ടീമാണ് മൊത്തം. ഏതൊക്കെ രീതിയിലാണ് അവഹേളനങ്ങൾ, എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്, എന്തൊക്കെ. നമ്മൾ ഇത്രയും ഓപ്പണായി അഡ്രസ്സൊക്കെ ഉൾപ്പെടെ പറഞ്ഞു നിന്നിട്ട് പോലും നമ്മളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുമെങ്കിൽ ഇതൊന്നും പറയാനൊക്കെ ഭയപ്പെടുന്ന മനുഷ്യരെ ഇവരെങ്ങനെ വിടൂല. അപ്പൊ അത് മനസ്സിലാക്കുക. ഒരു സ്ത്രീകൾ മുൻപോട്ട് വന്ന് ഇതൊക്കെ പറയാനുള്ള ധൈര്യത്തിന് ഞാൻ കാരണമായി എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, സേഫായിട്ട് നിൽക്കുക, ഒത്തിരി ഒന്നും ഓപ്പൺ അപ്പ് ചെയ്യാൻ നിൽക്കണ്ട. വളരെ ഇപ്പം ഷെഫീന ബീബി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണു, ഇങ്ങനെ പറയണു എന്നൊക്കെ പറയുമ്പോൾ റിസ്ക്കും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതും കൂടെ മനസ്സിലാക്കിയിട്ട്
കാമായി തന്നെ അത് ഹാൻഡിൽ ചെയ്യുക. എനിവേ, എന്തായാലും ഇതിന്റെ പേരിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു പേടിയും വേണ്ട. ഞാൻ തീർച്ചയായിട്ടും ഒരു രീതിയിൽ അവളുടെ ഐഡന്റിറ്റി ഞാൻ പുറത്തേക്ക് കൊടുക്കത്തില്ല. പോലീസുകാർ ചോദിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും എനിക്ക് 100% ഷുവർ ആയാൽ മാത്രമേ ഞാൻ ആ കുട്ടിയുടെ ഐഡന്റിറ്റി കൊടുക്കുള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ ഇവിടുന്ന് എങ്ങനെയാണ് ഇവർ അവിടേക്ക് പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. ആരാണ് കടത്തി വിടുന്നതെന്നൊക്കെ നമുക്കറിയാം. ഇത് നമുക്ക് കാളവാല് വെക്കുമ്പോഴേ നമുക്ക് സംഗതി മനസ്സിലാവുകയെ. അതൊരു കാര്യം. അത് പോട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. രേഷ്മയുടെ അടുത്ത് എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചവരോടാണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയാണ്, ഇതിനു വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് രേഷ്മയുടെ അടുത്ത് അന്ന് മുതലേ ഞാൻ ഇത് അവളുടെ കൂടെ നിൽക്കുന്ന ആ ചിന്നക്കട വെടിയുടെ അടുത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കിപ്പം ചിന്നക്കട വെടിയെ പോലും സംശയമാണ്. കാരണം ഇതും അവളും ഒക്കെ ലിങ്ക്ഡ് ആണോ എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ക്ലിയർ ആയിട്ടുള്ള എവിഡൻസിന് ഞാൻ വെയിറ്റ് ചെയ്യണം. എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പബ്ലിഷ് ചെയ്യും. ഉറപ്പായ കാര്യമാണ്. കാരണം ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ അവൾക്ക് വേണ്ടി സപ്പോർട്ട് പറയുന്നുണ്ടെങ്കിൽ സംതിങ് ഇവൾ അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരിക്കും എന്നുള്ളത് എൻ്റെ ഡൗട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർ പോകുന്നതും വരുന്നതും ഉദ്ഘാടനത്തിനാണെങ്കിൽ 1 day 2 day 3 day മാക്സിമം 7 day 13 days നിൽക്കുന്ന എന്തിനാണ്? പിന്നെ സെക്സ് റാക്കറ്റ് ഉണ്ട് അവിടെ. അതായത് സെലിബ്രിറ്റികൾക്ക് ചാർജ് കൂടുതൽ കിട്ടുന്ന ഒരു ടൈം ഉണ്ട് അവിടെ. സെലിബ്രിറ്റി മോഡലുള്ളവർ ചെന്ന് അവിടെ ഇഷ്ടംപോലെ പെണ്ണിനൊക്കെ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ ഒരു സെലിബ്രിറ്റിയെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചില പ്രാന്തന്മാർക്കൊരു പ്രാന്ത. അപ്പോൾ അതിന് അവർ എത്ര വേണമെങ്കിലും കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്നിലേക്ക് ഇവർ ഇൻവോൾവ്ഡ് ആണോ അല്ലയോ എന്നുള്ള അവരുടെ ഡൗട്ടാണ് അവർ പങ്കുവെച്ചത്. എനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല കേട്ടോ. അത് അവരുടെ ഡൗട്ടാണ്. അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ എന്തും കാണിക്കാനും എന്തും പറയാനും ഒക്കെ അവർ ധൈര്യമാകുന്നത്. വട ചെറുതെന്നും ഒക്കെ പറയാൻ ധൈര്യപ്പെടുന്നത് അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ അഭിമാനബോധമുള്ള ഒരു പെണ്ണ് സ്വന്തം ശരീരഭാഗത്തിന് അങ്ങനെ ഒന്ന് മാർക്കറ്റ് ചെയ്യുമോ? അത് വെച്ചിട്ടുണ്ടാക്കാൻ നോക്കുമോ? ഇത്രയധികം ആണുങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം ഇങ്ങനെ ഇതൊക്കെ സീരിയലൊക്കെ ചെയ്യാനാണെന്ന വ്യാജന നടക്കുമോ? എനിക്കറിയില്ല കേട്ടോ. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ മതിയാകും. പിന്നെ സെക്കൻഡ് തിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ കരിയറായിട്ട് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെ അവർ നശിപ്പിച്ചുള്ള അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ കൊച്ചിന് അത്ര ബുദ്ധിയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ട്, അവൾക്ക് കുരുട്ടുകുത്തിയാണുള്ളത്. അപ്പൊ കുരുട്ടുകുത്തിക്കാരി അത് ഉപയോഗിക്കാനാണ് ചാൻസ്. ഇങ്ങനെ കരിയറായിട്ട് നടക്കുന്നവർക്ക് അധികം ആയുസൊന്നും ഉണ്ടാവത്തില്ല. അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ ടിക്ക് കട്ട് ചെയ്തങ്ങ് കളയും. ഈ മന്ദബുദ്ധി പെണ്ണിന് അങ്ങനെ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. അങ്ങനെ ഒരു ഫേവറും ഉണ്ട് കേട്ടോ. എനിക്ക് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഈ കണ്ണികളിൽ ഇവരുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. എവിഡൻസ് ഉള്ള അത്രയും സ്ട്രോങ് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പബ്ലിക് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ആ വിറ്റ്നസ് ആയ ആൾക്കാർ തന്നെ അവർ തന്നെ എനിക്ക് അയച്ച ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്തത്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ഇറങ്ങത്തില്ല എന്നുള്ളത് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്കിപ്പം ഒരാളെ വ്യക്തി അധിക്ഷേപം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ ടാർണിഷ് ചെയ്തിട്ടോ എനിക്കൊന്നും കിട്ടാനില്ല. തെറ്റിലേക്ക് പോകരുതെന്നതേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങും മയക്കുമരുത്തിനെയൊക്കെ ഞാൻ എതിർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ജനറേഷനെ കൊല്ലുന്നതാണ്. അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പം നമ്മുടെ രാജ്യത്തെ പൗരന്മാരാ, നെക്സ്റ്റ് ജനറേഷൻ. അവരുടെ ജീവിതം നശിപ്പിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന മിക്കവാറുമുള്ള ക്രൂര ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ബിഹൈൻഡ് ഡ്രഗാണ്. അതുകൊണ്ട് ഞാൻ ഡ്രഗ്സിനെ എതിർക്കുന്നു. സെക്കൻഡ്, ഇതുപോലെ സ്മഗ്ലിംഗ്, അതിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന് കിട്ടേണ്ട ടാക്സ് വെട്ടിച്ചുകൊണ്ട് ഈ നടത്തുന്ന സ്മഗ്ലിങ്ങിനെ ഞാൻ എതിർക്കുന്നു. രാജ്യദ്രോഹ കുറ്റമാണത്. എനിക്ക് രാജ്യദ്രോഹികളോട് യാതൊരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാനൊക്കത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒബ്ജക്ഷൻ ഉള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ ഈ പറയുന്ന ലേഡിക്ക് ഇതിനകത്ത് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഉള്ളതിന്റെ വീഡിയോ ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിന്റെ അവർ നേർസാക്ഷ്യം വഹിച്ച സ്ത്രീയുടെ വോയിസ് ആണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. കൂടുതൽ വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ചുമ്മാതെ ഞാൻ എവിടെയും ഒന്നും പറയാൻ വന്നിട്ടില്ല. ഐ ഹാവ് സോളിഡ് എവിഡൻസ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. സ്പെഷ്യലി ഈ പെൺകുട്ടി എനിക്കിത് ഷെയർ ചെയ്തെന്ന ആളുടെ ഐഡന്റിറ്റിയോ വോയിസോ ഞാൻ ആർക്കും കൊടുക്കില്ല. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, പോലീസിന് മാത്രമേ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. ആൻഡ് ടേക്ക് കെയർ. ഞാൻ ആ പറഞ്ഞ സ്ത്രീയുടെ ഡീറ്റെയിലും അവരുടെ നമ്പറും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ബിക്കോസ് അത് അവർ സോഷ്യൽ ഈവിളാണ്. അവരെ ടാർഗറ്റ് ചെയ്യുക. അവർ വരുമ്പോഴും പോകുമ്പോഴും അവർ എന്ത് കൊണ്ടുപോകുന്നു വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ രേഷ്മ കൊണ്ടുപോയ പെട്ടി തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതിൽ നിന്ന് തന്നെ അത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അത്രത്തോളം വൾഗറായി എന്നെ തെറി വിളിക്കാനുള്ള കാരണം എന്തെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ്
നമ്മുടെ സെക്യൂരിറ്റിയും നമുക്ക് ഇതൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരുടെയും സെക്യൂരിറ്റിയും കൂടെ നമ്മൾ ഓറിയൻറ്റ് ചെയ്യണം. അത് നമ്മൾ നോക്കണം. അല്ലാണ്ട് നമ്മളത് ഇപ്പം നമുക്കിത് തരുന്ന ആൾക്കാരുടെ സെക്യൂരിറ്റിയും നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ നോക്കണം. അല്ലാണ്ട് നമ്മൾ ചാടി വീണ് ഇങ്ങനെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പയ്യെ ചെയ്യുന്നത്. 100% ചെയ്യുന്നത്. എനിക്ക് സ്ലോ ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് ഓൺ സൈഡ് അങ്ങ് ഇട്ടിട്ട് എനിക്ക് എൻ്റെ വാർഡിന് പോയാൽ പോരെ, അങ്ങനെയല്ല. അതിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ലോ ആയിട്ട് ചെയ്യുന്നത്. ബട്ട് ഐ ആം 100% ഷുവർ ഈ പറയുന്ന ഇതിനകത്ത് അവരുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രത്തോളം കലിയും ദേഷ്യവും എൻ്റെ അടുത്ത് വന്നത്. പിന്നെ അവർ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആ കുട്ടികൾക്കുണ്ടാവുന്ന നാണക്കേട് അത് അവർക്കിപ്പം മനസ്സിലാവത്തില്ല, ഫ്യൂച്ചറിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ അവർ വട വയ്ക്കുന്നതോ വട കാണിക്കണമെന്നോ എനിക്ക് ഒബ്ജക്ഷൻ ഇല്ല കേട്ടോ. അത് ഞാൻ തുറന്ന് തന്നെ പറയുന്നു. എനിക്ക് അതിനകത്തൊന്നും താല്പര്യമില്ല. ഒരു സ്ത്രീത്വം, മാതൃത്വം, ഒരു സ്വാഭിമാനബോധമുള്ള പെണ്ണ് തൻ്റെ ശരീരം വിൽക്കില്ല. ശരീരം കച്ചവടപ്പെടുത്തി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കില്ല. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കില്ല. അത് സ്വാഭിമാന ബോധമാണ്. അതുകൊണ്ട് ആ ക്യാൻസർ വരും അല്ലെ വേറെ അങ്ങനെയൊന്നുമില്ല. അത് സ്വാഭിമാന ബോധമാണ്. ഞാനെന്ന സാധനം ഒരു മെറ്റീരിയൽ അല്ല എന്നുള്ള സ്വാഭിമാന ബോധം. അതില്ലാത്തവർക്ക് ധാരാളമായി അങ്ങനെ വിറ്റ് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തൊന്നും എനിക്ക് ഒബ്ജക്ഷൻ ഇല്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നരേഷൻ വിധവകൾക്കെല്ലാം ഇങ്ങനെ ജീവിക്കാം, ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം, ഇതിൽ കൂടെ കുറേ പൈസ ഉണ്ടാക്കാമെന്ന് ഇവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജാണ് റോങ്. ആ മെസ്സേജിനാണ് ഞാൻ ഒപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ പെൺകുട്ടികൾ പോകാൻ പാടില്ല. നിങ്ങൾക്കൊരു റൈറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ കൊല്ലുന്നതാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ. എടുക്കാതിരിക്കും. 5 രൂപയെ നിങ്ങൾ എഫർട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 5 രൂപയിൽ സുഖമായി സമൃദ്ധിയായി ജീവിക്കാൻ പഠിക്കൂ. അല്ലാണ്ട് എവിടെയെങ്കിലും പോയി തുണുവി കാണിച്ചാൽ 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കും. അതിൽ കൂടെ കിട്ടുന്ന റവന്യൂ അതുപോലെ തന്നെ പോകും. ധൂർത്തും ആർഭാടവും അത് എത്ര പണക്കാരൻ ചെയ്താലും പാവങ്ങൾ ചെയ്താലും നാശത്തിലേക്കാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തിൽ കൂടുതൽ വീഡിയോസ് നാളെ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. നന്ദി.